ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. എന്താണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്? ഇപ്പം ഇൻട്രോഗേഷൻ എന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രോഗേറ്റ് എന്നാൽ ചോദിക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആർ പ്രൊനൗൺസ് വിച്ച് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്താ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ. ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്. അങ്ങനെ ഈ 5 തരത്തിലുള്ള ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ദീസ് ആർ ദ കോമൺലി യൂസ്ഡ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. സോ നോക്കാം. ഹൂ, ഹൂസ്, ഹൂം. ഹൂ എന്നാൽ നിങ്ങൾക്കറിയാം ആര്. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ. ഹൂം എന്നാൽ ആരെ. അപ്പോൾ ഈ ആദ്യത്തെ ഈ 3 നമ്മൾ ഉപയോഗിക്കുന്നത് വ്യക്തികളെ കുറിക്കാൻ മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഏതെല്ലാമാണ്? ഹൂ, ഹൂസ്, ഹൂം. ഈ 3 ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ദീസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സൺസ്. വ്യക്തികളെ കുറിക്കാൻ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് പറയാൻ മാത്രമാണ് ആദ്യത്തെ ഈ 3 ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതോ വാട്ട്, അതുപോലെ വാട്ട്, വിച്ച്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നോക്കാം നിങ്ങൾ. ഹൂ എന്ന് പറഞ്ഞാൽ വ്യക്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഹൂ ഈസ് ഹീ. അവൻ ആരാണ്. അവൻ എന്നതൊരു വ്യക്തിയാണ്. അവൻ ആരാണ് എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഇൻട്രോഗേറ്റീവ് പ്രൊനൗണാണ് ഹൂ. അടുത്തത് ഹൂസ് ഈസ് ദിസ് പെൻ. ഹൂസ് ഈസ് ദിസ് പെൻ. ഈ പേന ആരുടേതാണ്. അവിടെ ഒരു വ്യക്തിയാണ് നമ്മൾ ഇതുകൊണ്ട് കുറിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. പിന്നെ ഹൂം ഡു യു എക്സ്പെക്റ്റ്. ഹൂം ഡു യു എക്സ്പെക്റ്റ്. ഹൂം ആരെ. ഡു യു എക്സ്പെക്റ്റ് നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഹൂ, ഹൂസ്, ഹൂം എന്നീ 3 ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് വ്യക്തികളെ കുറിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദീസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സൺസ്. വ്യക്തികളെ കുറിക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ വിച്ച് എന്ന് പറഞ്ഞ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ നോക്കാം. വിച്ച്. വിച്ച് വ്യക്തികളെയും അതുപോലെ വസ്തുക്കളെയും കുറിക്കാൻ വിച്ച് ഉപയോഗിക്കാറുണ്ട്. നോക്കാം. വിച്ച് ഈസ് യുവർ റൂം. നിങ്ങളുടെ റൂം ഏതാണ്. അവിടെ ആ റൂം ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, ആ റൂം എന്നുള്ളത് ഒരു വസ്തുവാണ്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതോ വിച്ച് ഓഫ് ദീസ് സാരീസ് ഈസ് യുവേഴ്സ്. വിച്ച് ഓഫ് ദീസ് സാരീസ് ഈസ് യുവേഴ്സ്. ഈ സാരികളിൽ ഏതാണ് നിങ്ങളുടേത്. അപ്പം നിങ്ങളുടേത്, നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് വിച്ച് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൂ, ഹൂസ്, ഹൂം വ്യക്തികളെ കുറിക്കാൻ മാത്രം ഉപയോഗിക്കുന്നു. അതുപോലെ വിച്ച് വ്യക്തികളെയും വസ്തുക്കളെയും സൂചിപ്പിക്കാൻ കുറിക്കാനായിട്ട് നമ്മളത് ഉപയോഗിക്കും. വാട്ട് എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ വസ്തുക്കൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 2 വാക്യം നോക്കാം. വാട്ട് ഈസ് യുവർ ഫാദർ. അപ്പോൾ വാട്ട് സാധാരണ വസ്തുക്കളെ കുറിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ തൊഴിലിനെ കുറിക്കാനും തൊഴിലേതെന്ന് ചോദിക്കാനും വാട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കാം. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ എന്താണ് എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഈസ് യുവർ ഫാദർ മീൻസ്
വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഓഫ് യുവർ ഫാദർ? നിങ്ങളുടെ അച്ഛൻ്റെ തൊഴിൽ എന്താണെന്ന്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഫാദർ എന്നാൽ നമ്മൾ അച്ഛൻ്റെ തൊഴിലാണ് പറയേണ്ടത്. യെസ്, മൈ ഫാദർ ഈസ് എ ടീച്ചർ, ഓർ മൈ ഫാദർ ഈസ് എ ഡോക്ടർ, ഓർ മൈ ഫാദർ ഈസ് എ കൂലി. ഇങ്ങനെ തൊഴിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഫാദർ എന്നാൽ അച്ഛൻ്റെ തൊഴിലാണ്. ബട്ട് ഹു ഈസ് യുവർ ഫാദർ? അവിടെ ഹു അച്ഛൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹു ഈസ് യുവർ ഫാദർ? ഹു ഈസ് യുവർ ഫാദർ എന്നാൽ നിങ്ങളുടെ അച്ഛൻ ആരാണ്? അതായത് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഫാദർ? അച്ഛൻ്റെ പേരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹു ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേരെന്താണെന്ന്. മൈ ഫാദർ ഈസ് മിസ്റ്റർ രവീന്ദ്രൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് പറഞ്ഞോളണം. ഇതാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസിൻ്റെ സാധാരണ ഉപയോഗം. ദെൻ ദ ലാസ്റ്റ് കൈൻഡ് ഓഫ് പ്രൊനൗൺ ഈസ് റിലേറ്റീവ് പ്രൊനൗൺ. ഏറ്റവും അവസാനത്തെ പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ. റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബന്ധിപ്പിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക. അതായത് രണ്ട് സെൻറ്റൻസുകളെ, രണ്ട് വാക്യങ്ങളെ ബന്ധിപ്പിക്കാൻ അവയ്ക്ക് ഇടയിലായി ചേർക്കുന്ന പ്രൊനൗൺസിനെയാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? അതിനങ്ങനെ പേര് വരാൻ തന്നെ കാരണം രണ്ട് വാക്യങ്ങളെ റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുക, ബന്ധിപ്പിക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളായതുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് നമ്മൾ പറയണത്. റിലേറ്റീവ് പ്രൊനൗൺ ഉദാഹരണങ്ങൾ സാധാരണയായി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഹൂ, ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്, ആസ്, ബട്ട് എന്നിവയാണ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത് രണ്ട് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. See the example written here. I saw a beggar. I saw a beggar. ഞാൻ ഒരു യാചകനെ കണ്ടു. ഒരു സെൻറ്റൻസ് ആണത്. നെക്സ്റ്റ് സെൻറ്റൻസ്, he was deaf and dumb. ഞാൻ കണ്ട ആ മനുഷ്യൻ, ആ ബഗർ, he was deaf and dumb. അദ്ദേഹം ബധിരനും മൂകനും ആയിരുന്നു. I saw a beggar ഒരു സെൻറ്റൻസ്, he was deaf and dumb എന്നത് മറ്റൊരു സെൻറ്റൻസ്. ആ രണ്ട് സെൻറ്റൻസുകളെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ആക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. I saw a beggar, അതിനുശേഷം ഹൂ എന്നുപയോഗിക്കുക, ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. സാധാരണ നമ്മുടെ ഈ സെൻറ്റൻസിൽ ബഗർ എന്ന ഈ വാക്ക് നോക്കൂ, അതൊരു വ്യക്തിയാണ്. ഇങ്ങനെ വ്യക്തികളാണ് ആ സെൻറ്റൻസിൽ വ്യക്തികളുടെ പേരുകൾ അല്ലെങ്കിൽ വ്യക്തികളെ കാണിക്കുന്ന നാമങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹൂ എന്നായിരിക്കണം. അപ്പോൾ ഐ സോ എ ബഗർ, ബഗർ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൂ എന്ന വേർഡായിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? ഐ സോ എ ബഗർ ഹൂ, പിന്നെ അടുത്ത ഈ സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല, അത് ലീവ് ഔട്ട് ചെയ്യുക. ഐ സോ എ ബഗർ ഹൂ വാസ് ഡഫ് ആൻഡ് ഡം. ഐ സോ എ ബഗർ ഹൂ വാസ് ഡഫ് ആൻഡ് ഡം. അപ്പോൾ ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകളെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തത്, റിലേറ്റ് ചെയ്തത്, ബന്ധിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നോക്കാം, അടുത്തത് നോക്കാം. രണ്ട് സെൻറ്റൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഹീ ഗോട്ട് എ ലെറ്റർ, അവന് ഒരു കത്ത് കിട്ടി. ഹീ ഹാഡ് ബീൻ എക്സ്പെക്റ്റിംഗ് ഇറ്റ്, അതവൻ കുറേ നാളുകളായി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കത്തായിരുന്നു ആ കത്ത്. ഹീ ഗോട്ട് എ ലെറ്റർ, അവന് ഒരു കത്ത് കിട്ടി. ഹീ ഹാഡ് ബീൻ എക്സ്പെക്റ്റിംഗ് ഇറ്റ്, ആ കത്ത് അവൻ കുറേ നാളുകളായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കത്താണ്. ഈ രണ്ട് സെൻറ്റൻസുകളെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. അതാ ഹീ ഗോട്ട്
ദ ലെറ്റർ മീൻസ് ദ ലെറ്റർ ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ്. അവൻ പ്രതീക്ഷിച്ച ആ കത്ത്. അപ്പോൾ ആ പ്രത്യേക കത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെറ്ററിന് മുമ്പിലായി എ മാറ്റിയിട്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഹി ഗോട്ട് ദ ലെറ്റർ. ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു വസ്തുവാണ്. അപ്പോൾ വസ്തുക്കളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, വസ്തുക്കളെ കുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ വിച്ച്, ദാറ്റ് എന്നിവയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ വാക്യം കണക്ട് ചെയ്തിരിക്കുന്നത്. ഹി ഗോട്ട് ദ ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ്. ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ് ഇറ്റ് എന്ന് വീണ്ടും ചേർക്കേണ്ടതില്ല. കാരണം ദ ലെറ്റർ എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു പ്രോനൗൺ നമുക്കവിടെ ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പ്രോനൗൺസ് ആർ pronouns which are used to join together two sentences and these act as pronouns too. ഇവ രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതും എന്നാൽ ആ വാക്യത്തിൽ ഇത് ഒരു പ്രോനൗണിനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രോനൗണിൻ്റെ കർത്തവ്യം ചെയ്യുന്നത് കൊണ്ടും ഇതിനെ നമുക്ക് റിലേറ്റീവ് പ്രോനൗൺ എന്ന് വിളിക്കാം. ഇനി അടുത്തതായി റിലേറ്റീവ് പ്രോനൗണിൻ്റെ ഫങ്ഷൻസ് ആണ് ഏതാനും ചിലത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്, അത് പറയാം. ഈ റിലേറ്റീവ് പ്രോനൗൺ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം? ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. കാളിദാസ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ദാറ്റ് എവർ ലിവ്ഡ്. ഇതാണ് കാളിദാസ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ദാറ്റ് എവർ ലിവ്ഡ്. ഇവിടെ നോക്കൂ, ഈ സെൻറ്റൻസ് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള വാക്യമാണ്. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? എക്കാലത്തും ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ പോയറ്റാണ് കാളിദാസ. അതിനപ്പുറത്തേക്ക് വേറൊരു പോയറ്റില്ല. അദ്ദേഹമാണ് ഹയ്യസ്റ്റ് ഡിഗ്രിയിൽ നിൽക്കുന്ന ആളാണ്, ഏറ്റവും ഉയർന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഉയർന്ന ആ നിലവാരത്തെ കാണിക്കുന്ന ആ ഡിഗ്രിയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. സാധാരണയായി സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് എന്നായിരിക്കും. ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞതിന് വിപരീതമായൊരു കാര്യമാണ്. കാളിദാസ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്. പോയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണ്. അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടത് വ്യക്തികളെ സൂചിപ്പിക്കുന്ന ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗണാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ വാക്യം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ആയതുകൊണ്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് എവിടെ കണ്ടാലും ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന ആ ഒരു പ്രയോഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ ഒരു വാക്യമാണ്. അങ്ങനെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് എന്നായിരിക്കും. അതായത് കാളിദാസ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഹൂ എവർ ലിവ്ഡ് എന്ന് പറയരുത്, ദാറ്റ് എവർ ലിവ്ഡ്. അപ്പോൾ ഷീ ഈസ് ദ വൈസസ്റ്റ് ലേഡി ദാറ്റ് എവർ ലിവ്ഡ്. ഷീ ഈസ് ദ വൈസസ്റ്റ് ലേഡി ദാറ്റ് എവർ ലിവ്ഡ്. ന്യൂട്ടൺ ഈസ് ദ വൈസസ്റ്റ് സയൻറ്റിസ്റ്റ് ദാറ്റ് എവർ ലിവ്ഡ്. കേട്ടോ, ഇതാണ് അതിന് ഉദാഹരണങ്ങൾ. അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് കടക്കാം. ഹി ഡാഷ്, അവിടെ ബ്ലാങ്ക് ആണ്. സ്പീക്സ് ടു മച്ച് ഈസ് നോട്ട് ഡേഞ്ചറസ്. ഹി ഹൂ സ്പീക്സ് ടു മച്ച് ഈസ് നോട്ട് ഡേഞ്ചറസ്. അധികം സംസാരിക്കുന്നയാൾ അപകടകാരിയല്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ മീനിങ്. ഇവിടെ നോക്കൂ, ഈ വാക്യത്തിൽ സബ്ജക്റ്റ് ഹീ ആണ്, അതൊരു വ്യക്തിയാണ്. ആ സബ്ജക്റ്റ് വ്യക്തിയാണ്, അതിനുശേഷം ബ്ലാങ്ക്, വിട്ടുപോയൊരു സ്ഥലം. പിന്നെ വന്നിരിക്കുന്ന വെർബ് നോക്കാം, സ്പീക്സ്. അതായത് ബ്ലാങ്കിന് ശേഷം, ഈ ബ്ലാങ്ക് കഴിഞ്ഞിട്ട് ഒരു വെർബാണ് വന്നിരിക്കുന്നതെങ്കിൽ, എന്താണ് ബ്ലാങ്കിന് ശേഷം
ഒരു വെർബാണ് വന്നിരിക്കുന്നതെങ്കിൽ, സ്പീക്സ് എന്ന വെർബാണ് ഇവിടെ വന്നിട്ടുള്ളത്, അപ്പോൾ അതിന് മുമ്പിലായി ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഹൂ എന്നായിരിക്കും. എന്താണ്? ബ്ലാങ്ക്. സബ്ജക്റ്റ് എന്തായിരിക്കണം? ഒരു വ്യക്തിയായിരിക്കണം. അതിനുശേഷമുള്ള ബ്ലാങ്ക്, അതിനുശേഷം പിന്നീട് ഒരു വെർബാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ വെർബിന് മുമ്പിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഹൂ എന്നായിരിക്കും. See the next example. The man who is teaching English is my brother. The man എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അതിനുശേഷം മറ്റൊരു ബ്ലാങ്ക് വന്നിരിക്കുന്നു. അതിനെ തുടർന്നൊരു വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ വെർബിന് മുന്നിലായി ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഹൂ എന്നായിരിക്കും. The man who is teaching English is my brother. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ മനുഷ്യൻ, ദ മാൻ ഹു ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ മനുഷ്യൻ ആരാണ്? ഈസ് മൈ ബ്രദർ, എൻ്റെ സഹോദരനാണ്. ദാറ്റ്സ് ഓൾ.